റാം നാരായൺ റാം. പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകാറുണ്ട്. പക്ഷേ ഒരു പരിഹാരത്തിനും മറ്റൊരു പരിഹാരമുണ്ടാകുമോ? അതും ഉണ്ട്. പ്രകൃതിയുടെ നിയമങ്ങൾ പ്രവർത്തിക്കുന്നത് നിൽക്കുകയാണെങ്കിൽ എന്താകും? ഉദാഹരണത്തിന് സൂര്യൻ താനിഷ്ടപ്പെടുന്ന പോലെ പെരുമാറാമോ? ഇല്ല, ഒരിക്കലുമില്ല. കാരണം സൂര്യൻ തനിക്കിഷ്ടം പോലെ പെരുമാറിയാൽ ഭൂമിയിൽ മഹാപ്രളയം ഉണ്ടായേക്കാം. സൂര്യന്റെ പ്രകാശം എല്ലാ ജാതിക്കും മതത്തിനും മനുഷ്യർക്കും ഒരേപോലെ വീഴുന്നു. പിന്നെ ഭൂമിയിൽ വലിയവൻ ചെറിയവൻ എന്നുള്ള വിവേചനം എന്തിന്? ഭൂമിയിലെ വ്യക്തിഗത ഉടമസ്ഥാവകാശം കാരണം മാത്രമാണ് നല്ല വിദ്യാഭ്യാസം ലഭിക്കാത്തത്. ആഹാരം, കുടിവെള്ളം, സൗകര്യങ്ങൾ, അടിസ്ഥാന അവകാശങ്ങൾ എല്ലാം നിഷേധിക്കപ്പെടുന്നത്. ഇതൊക്കെ വ്യക്തിയുടെ ഉടമസ്ഥാവകാശത്തിൻ്റെ പേരിലാണ്. ഹിന്ദു, മുസ്ലിം, സിഖ്, ക്രിസ്ത്യാനി എല്ലാവരുടെയും രക്തം ഒന്നുതന്നെ. ഒരേത്. മണ്ണ്, കാറ്റ്, വെള്ളം, സൂര്യപ്രകാശം എല്ലാം ഒരേതാണ്. പിന്നെ മതം എങ്ങനെ വേർപെട്ടു? ഭൂമിയിൽ മതസംവിധാനം ആരംഭിച്ചത് ആരാണ്? എന്തിന്? പ്രകൃതിയത്രേ നമ്മോട് എന്തെങ്കിലും കുറവാക്കിയിട്ടുണ്ടോ? എല്ലാം തന്നല്ലോ ഫാക്ടോറിയൽ. എന്നാൽ ഇന്നും നമ്മൾ ഭേദഭാവം കാണിക്കുന്നു, സ്വാർത്ഥത കാണിക്കുന്നു. ഈ ഭൂമിയിൽ എല്ലാവരും ഒരുപോലെ ജനിച്ചിരിക്കുമ്പോൾ അവരുടെ ജന്മാവകാശം എങ്ങനെയാണ് ആരെങ്കിലും കവർന്നുകൊണ്ടുപോകുന്നത്? ആ അവകാശം എല്ലാവർക്കും ലഭിച്ചിരിക്കണം. ഭൂമിയിലെ എല്ലാവരെയും ഒരുപോലെ കാണണം. ഭേദം വേണ്ട, ജാതി വേണ്ട, ഉയരത്താഴ്വുകൾ വേണ്ട. പക്ഷേ ഈ ഉടമസ്ഥാവകാശം നിലനിൽക്കുന്നുവരെയും ഇത് സാധ്യമാകില്ല. നാം എല്ലാവരും ഒരേ ഭൂമിയിലെ ജീവികൾ. ഒരേ ഭൂമിയിൽ നാം ജീവിക്കുന്നു. ഈ ഭൂമിക്ക് ഒരേ മതം മാത്രമുണ്ടാകണം. അതാണ് പ്രകൃതിയുടെയും ആകാശത്തിൻ്റെയും മതം. അതുപോലെ ഒരേ ജാതി ഉണ്ടായിരിക്കണം. അതാണ് ജീവജാതി. ഇവിടെ മതരാഷ്ട്രീയം ഉണ്ടായിരിക്കുന്നതുവരെ ജാതിയെക്കുറിച്ചുള്ള ചർച്ചകളും ഭരണഘടനയെക്കുറിച്ചുള്ള ചർച്ചകളും തുടരുമെങ്കിലും സഹവാസം ഉണ്ടായിരിക്കാൻ കഴിയില്ല. പ്രകൃതിയും നമുക്കുമിടയിൽ വ്യത്യാസമൊന്നുമില്ല. പ്രകൃതിയുണ്ട്, അതുകൊണ്ടാണ് നാം ഉള്ളത്. ആകാശത്തിലും പ്രകൃതിയിലും ഉള്ളതെല്ലാം നമ്മുടെ ശരീരത്തിനുള്ളിലാണ് നിലകൊള്ളുന്നത്. പ്രകൃതിയെ നീക്കിയാൽ ഒരു മതവും ജാതിയും ആശയവുമില്ലാതാകും. ഭൂമിയിൽ ഇന്ന് എന്തെല്ലാമുണ്ടോ അതെല്ലാം പ്രകൃതിയുടെ ഉപഹാരമാണ്. നാം എന്നും പ്രകൃതിയെ ആരാധിക്കണം, ഓർത്തുപോകണം. ആകാശത്തിന് നന്ദി പറയണം. ഈ ജീവിതവും എല്ലാ ഭൗതിക സൗകര്യങ്ങളും തന്നതിനും വേണ്ടി. പ്രസിഡന്റുമാരും ജഡ്ജിമാരും മന്ത്രിമാരും രാഷ്ട്രീയ പാർട്ടികളും ന്യായാധിപതികളും പലയിടങ്ങളിലുമാണ് താമസിക്കുന്നത്. എന്നാൽ നികുതി നൽകുന്നവരെല്ലാം കുഴൽപ്പറമ്പുകളിലാണ് താമസിക്കുന്നത്. ഇത് ശരിയാണോ? ഒരു ക്ഷേത്രത്തിലോ പള്ളിയിലോ നിങ്ങൾ ദൈവത്തെയോ അല്ലാഹുവിനെയോ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല, അല്ലേ? എല്ലാം പ്രകൃതിയാണ്. നാം എല്ലാം പ്രകൃതിയുടെ സൃഷ്ടികളാണ്. അതുകൊണ്ട് പ്രകൃതിയെ നമസ്കരിക്കുക. റാം നാരായൺ റാമിനെ സ്വീകരിക്കുക. കാരണം അതാണ് പരമസത്യം. റാം നാരായൺ റാം നമ്മെ ജീവിപ്പിക്കുന്നു. ആ ജീവിതം എങ്ങനെയാണ് നയിക്കേണ്ടത് എന്ന് കാണിച്ചു തരുന്നു. അതിനാൽ ഈ മന്ത്രം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി സന്തോഷത്തോടെ ജീവിക്കുക.